നെക്സ്റ്റ് സെക്ഷൻ ഫൊറിയർ കൺവേർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് ഫൊറിയർ കൺവേർജൻസ് തിയറം എന്നും ആ ഫൊറിയർ കൺവേർജൻസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസാണ് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഫൊറിയർ കൺവേർജൻസ് തിയറം എന്ന് നോക്കാം. ഫൊറിയർ കൺവേർജൻസ് തിയറാണ്. ഇവിടെ വെറും തിയറം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഫൊറിയർ കൺവേർജൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറയുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് on an interval minus L less than or equal to x strictly less than L. Further, suppose that f is defined outside the interval minus L less than or equal to x strictly less than L, so that it is periodic with the period 2L. Then f has the Fourier series. നമ്മുടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഹൂസ് കോയിഫിഷ്യൻ, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഏതാ വെച്ചാൽ ഓയിലർ ഫൊറിയർ ഫോർമുലാസ്, അതായത് നമ്മൾ മുന്നേ പഠിച്ച എ നോട്ടും എ എമ്മും എ എന്നിൻ്റെയും ഒക്കെ ഡെഫിനിഷൻ, എ എമ്മും ബി എമ്മിൻ്റെയും അതേ ഡെഫിനിഷൻ തന്നെ. ദ ഫൊറിയർ സീരീസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് അറ്റ് ആൾ പോയിൻറ്റ്സ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ്. അതായത് ഈ ഒരു ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും അറ്റ് ആൾ പോയിൻറ്റ്സ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിലേക്കാണ് കണ്ടിന്യൂസ് ആവണേ. ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 അറ്റ് ആൾ പോയിൻറ്റ്സ് വെർ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ എന്താ പറയുക, അത് എന്ന് പറയുന്നത് എങ്ങോട്ട്, അതായത് ആ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതിലോട്ടാണ്. ഓക്കെ, അപ്പോൾ എത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെൽ, ഇവിടെ ഇൻ്റർവെൽ ശ്രദ്ധിക്കണം, മൈനസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എൽ എന്നാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇൻ്റർവെൽ, ആ ഒരു ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഫർദറായിട്ട് സപ്പോസ് ചെയ്യാണ് എഫ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഔട്ട് സൈഡ്, അതായത് ഈ ഒരു ഇൻ്റർവെൽ ഇത്രയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട് സൈഡിലൂടെ എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാണ് വിത്ത് പീരീഡ്, സോ ദാറ്റ് ഇറ്റ് ഈസ് പീരിയോഡിക്. അത് പീരിയോഡിക് ആയിട്ട് തന്നെയാണ് വിത്ത് എ പീരീഡ് ഓഫ് 2L എന്ന് പറയുന്ന പീരീഡാണ് നമ്മളിവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലേ ഉണ്ടാവാറുള്ളൂ. ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു 3 പീരീഡിനൊക്കെ ഗ്രാഫ് വരയ്ക്കാൻ അല്ലേ. അപ്പം നമ്മളിവിടെ വരച്ചിരുന്ന ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് തന്നെ നമ്മൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ അതിനെയാണ് ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യിക്കുന്നത്. ആ ഫംഗ്ഷൻ്റെ നമ്മൾ ഔട്ട് സൈഡ് ഓഫ് ദി ഇൻ്റർവെല്ലിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എഫിനൊരു ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. ആ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണിത്. ഇവിടെ എ നോട്ട് എന്ന് പറയുന്നതും എ എം എന്ന് പറയുന്നതും ബി എം എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അതേ വാല്യൂസാണ്. ദ ഫൊറിയർ സീരീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത്, ഇത്രയും വരെ നമുക്ക് തിയറം പറയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് ഇവിടെയാണ്. ദ ഫൊറിയർ സീരീസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് അറ്റ് ആൾ പോയിൻറ്റ്സ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആവുന്ന എല്ലാ പോയിൻറ്റ്സിലും ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറം, മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തിയറം എന്താ പറയുക, സ്റ്റേറ്റ് ഫൊറിയർ കൺവേർജൻസ് തിയറം എന്നിങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷൻ വരെ എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡിനോട്ട് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഒക്കെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കുറേ കേസസിൽ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം 4, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ π. ഓക്കെ, assume that the given function is periodically extended outside the interval -π to π എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, അതായത് ഈ ഒരു ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഫംഗ്ഷനെ നമുക്ക് പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ ഒരു 2π എന്ന് പറയുന്ന പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്,
ഈ ഒരു ഇൻ്റർവെല്ലിലാണ് നമുക്ക് എന്ത് അറിയണത്, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഇതിന് ഔട്ട് സൈഡ് ആയിട്ട്, ഇപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലായിരുന്നു -π to π എന്ന് പറയുന്ന ഇൻ്റർവെല്ലെങ്കിൽ ഇതിന് ഔട്ട് സൈഡ് ആക്കിയിട്ട് നമ്മളിവിടെ ഉള്ള അതേ ഫംഗ്ഷൻ തന്നെ സെയിം ഇവിടേക്ക് എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമ്മൾ മുന്നേ ഗ്രാഫ് വരച്ച അതേ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഫോർ ദ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫോറിയർ സീരീസ് ഫോർ ദി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾസോ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ടു വിച്ച് ദ സീരീസ് കൺവേർജസ് ഫോർ 3 periods. 3 periodsൽ ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ അതായത് ഗ്രാഫ് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, അധികം വേറെ ഒന്നും കാര്യങ്ങളില്ല. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഔട്ട് സൈഡ് ദ ഇൻ്റർവെൽ, അതായത് ഈ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ടു ഔട്ട് സൈഡ് ദ ഇൻ്റർവെൽ, അതാണ് ഈ ക്വസ്റ്റ്യനിലെ മെയിൻ വേർഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ ഒരു വേർഡ് കണ്ടാൽ തന്നെ നമുക്ക് അറിയണം ഫോറിയർ കൺവേർജൻസ് തിയറം ഫോറിയർ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. വേറെ അധികം അവിടെ കാര്യങ്ങൾ ഓർക്കാനില്ല. ഓക്കെ, ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ π ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഇവിടെ പീരീഡ് ഇപ്പോൾ ഇതിന് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2π ആണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പീരീഡ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് നമുക്കൊരു മനസ്സിൽ ഡൗട്ട് ഉണ്ടാവുക അല്ലേ. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവെല്ലിനെ ഔട്ട് സൈഡ് ആക്കിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ഔട്ട് സൈഡിലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്ത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് -π to π ആണ്. സോ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്താ വരിക, ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കാണാൻ π - -π എന്ന് പറയുന്നത് അല്ലേ, അതായത് π - -π എന്ന് പറയും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2π എന്ന് പറയും. സോ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2π ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അത് ഈ ഫംഗ്ഷൻ തന്നെ പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട് സൈഡ് ദ ഇൻ്റർവെല്ല് ഇല്ലേ എന്താ പറയുക, എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ഇൻ്റർവെല്ലിന് പുറത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അതേ ലെങ്ത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, പുറത്തേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, സോ ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഈസ് ദിസ് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഈസ് ഈക്വൽ ടു എഫ് ഓഫ് π എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഫോറിയർ സീരീസിൻ്റെ കാര്യം, അതായത് ഫോറിയർ കൺവേർജൻസ് തിയറം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാ, -π to π ആണ്. അത് 2 സബ് ഇൻ്റർവെല്ലായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഒന്നുമില്ല, നമ്മുടെ വലിയൊരു ഇൻ്റർവെൽ ഉണ്ടായിരുന്നു -π to π എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ. ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു, ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു ഇൻ്റർവെല്ലിന് അറ്റ് 0 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ ഇത് 2 ഇൻ്റർവെല്ലായിട്ട് മാറി. സോ ഈ ഒരു ഫസ്റ്റത്തെ ഇൻ്റർവെല്ലാണ് ഇവിടെ -π to 0 എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റർവെല്ലാണ് 0 to π എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റത്തെ ഇൻ്റർവെല്ലിൽ -π to πയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് വാല്യൂ കിട്ടുന്നത്, 0 തന്നെയാണ് വാല്യൂ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ആ ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് എന്താ വരയ്ക്കുക, എക്സ് ആക്സിസിൻ്റെ, അതായത് y is equal to 0 ഈ ഒരു ലൈന്, എഫ് ഡാഷ് എന്ന് പറയുന്നതും ഈ ഒരു ലൈന്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ, വിത്തൗട്ട് ബ്രേക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ്. സോ ജോമെട്രിക്കലി നമുക്ക് അത് പറയാം, അത് കണ്ടിന്യൂസ് ഗ്രാഫാണെന്ന്. സോ എഫും എഫ് ഡാഷ് ഓഫ് എക്സും നമുക്ക് എന്താണ്, -π to 0 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി 0 to π എന്ന് പറയുന്ന മറ്റു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്താ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കുകയാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുമ്പോൾ എന്താ വരിക, അതായത് ഇതിനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഏതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇങ്ങനെ പറഞ്ഞ ഗ്രാഫും ഈ 2 ഗ്രാഫും കണ്ടിന്യൂസ് അല്ലേ ആണ്, നമുക്ക് വിത്തൗട്ട് ബ്രേക്കിംഗ് ആയിട്ട് ആ ഒരു ഇൻ്റർവെൽ
ഇൻ്റർവെല്ലിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ എഫും എഫ് ഡാഷും എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ആദ്യത്തെ സബ് ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്തു, ആ സബ് ഇൻ്റർവെല്ലിൽ എഫും എഫ് ഡാഷും കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ ഒരു സബ് ഇൻ്റർവെല്ലിൽ എടുത്തു, ആ സബ് ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എടുത്തു, അപ്പോൾ എഫും എഫ് ഡാഷും കമ്പ്യൂട്ട് ചെയ്തു, അപ്പോൾ അതിൽ രണ്ടിലും എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബോത്ത് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവെൽ -π to π എന്ന് പറയുന്നത്. ഓക്കെ, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് അല്ലേ, അതായത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും എന്താണ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് എഫും എഫ് ഡാഷും എവിടെ, ഓൺ ദ ഇൻ്റർവെൽ -π to π, മൊത്തത്തിലുള്ള ഇൻ്റർവെൽ കേട്ടോ. നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഇൻ്റർവെല്ലല്ല നമ്മൾ പറഞ്ഞത്, നമ്മൾ മൊത്തത്തിലുള്ള പാർട്ടീഷൻ ചെയ്ത ഇൻ്റർവെല്ലിൽ എന്താണ് ആ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ അതിന് മൊത്തത്തിൽ ക്ലബ് ചെയ്തിട്ട് ആ ലാർജ് ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്യുക, ഇവിടുന്ന് മുതൽ ഇവിടം വരെ -π to π എന്ന് പറയുന്നതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പറയണത്, എഫും എഫ് ഡാഷ് എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോറിയർ കൺവേർജൻസ് തിയറം പ്രകാരം എഫിന് ഒരു ഫോറിയർ സീരീസ് ഉണ്ട് എന്നും ആ ഫോറിയർ സീരീസ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് അറ്റ് ആൾ പോയിന്റ്സ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 ടു അറ്റ് ആൾ പോയിന്റ് വെർ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്താ പറയുന്നത്, അത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ആ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ഫോറിയർ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കണം. ചിലപ്പോൾ ചില ഫംഗ്ഷന് ഫോറിയർ സീരീസ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, എഫും എഫ് ഡാഷും ആ ഒരു ഗിവൺ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു എഫും എഫ് ഡാഷും ഗിവൺ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഫോറിയർ കൺവേർജൻസ് തിയറം പ്രകാരം നമുക്ക് പറയാം എഫ് ഓഫ് ആ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്, അതായത് എഫിനൊരു ഫോറിയർ സീരീസ് ഉണ്ടെന്നും ആ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും, എവിടെ, ഫോർ ആൾ പോയിന്റ്സ് അറ്റ് വെർ എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യാം. ഇനി അതേമാതിരി തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ, അതായത് എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അടുത്തത് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് പറയുക, ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഏതിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഇതിലോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 നമ്മൾ കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പീരിയോഡ് എഫ് ഓഫ് എക്സിനെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനിലേക്ക് എഴുതാൻ പോവുകയാണ്. ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതുന്നത് നമ്മൾ തൊട്ട് മുന്നേ ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എഫിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 2π ആയിരുന്നു. നമ്മൾ എങ്ങനെ എടുക്കാറ്, പീരീഡ് 2l = എന്നാണ് എടുക്കാറ്. സോ ഇവിടെ എന്ത് വരും, 2 ക്യാൻസൽ ചെയ്തു പോകും. സോ L = നമുക്ക് എന്ത് കിട്ടും, π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് L = എന്താണ്, π എന്ന് കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതണം. സോ എഫ് ഓഫ് എക്സ് = നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് = a0 പ്ലസ് സമ്മേഷൻ m റേഞ്ച് ഫ്രം 1 to n am ഇൻറ്റു ഇവിടെ നോക്കുക cos m π ഡിവൈഡഡ് ബൈ L ഇൻറ്റു എക്സ് എന്നായിരുന്നു നമ്മുടെ ആംഗിള് വരാറ്. cos m π x ഡിവൈഡഡ് ബൈ L എന്നായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ L എന്ന് പറയുന്നത് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ L എന്ന് പറയുന്നത് π ആയിരുന്നു. സോ Lന് പകരം π റീപ്ലേസ് ചെയ്യുമ്പോൾ പൈയും പൈയോടെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് cos mx എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ am cos mx പ്ലസ് bm sin mx എന്ന് എഴുതിയിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൊണ്ടായിരുന്നു അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് = നമ്മൾ എന്ത് എഴുതി, നോട്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ m റേഞ്ച് ഫ്രം 1 to infinity am ഇൻറ്റു cos mx പ്ലസ് bm ഇൻറ്റു sin mx എന്ന് എഴുതി. വെർ ദ കോഎഫിഷ്യന്റ് am ആൻഡ് bm are evaluated or using Euler Fourier formulas എന്ന് പറഞ്ഞത്. അതൊന്നുമില്ല, നമ്മൾ a0ഉം a1ഉം ആ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ a0 = നമുക്ക് ഇക്വേഷൻ എന്താണ്, 1/L ഇൻറ്റു മൈനസ് ഇൻറ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ്. സോ നമ്മൾ അതിനെ എവിടെ നിന്നാണ്, നമ്മുടെ L എന്ന് പറയുന്നത് π ആണ്. സോ 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ, നമ്മൾ നേരത്തെ
നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു -π to π എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ -π to 0 എന്ന് പറയുന്നത് 0 to π എന്ന് പറയുന്ന രണ്ട് ഇന്റർവെലാക്കി സ്പ്ലിറ്റ് ചെയ്യണം. സോ അങ്ങനെ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 1/π ഇൻറ്റു ഇന്റഗ്രൽ -π to 0 dx പ്ലസ് ഇന്റഗ്രൽ 0 to π x dx എന്ന് പറയുന്നതാണ്. ഇനി ഈ ഒരു ഇന്റർവെല്ലിൽ -π to 0 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ആൻഡ് 0 to π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് x ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π x dx എന്ന് പറയുന്നതാണ്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും x²/2 എന്ന് കിട്ടും. x²/2 വിത്തിൻ ദ ലിമിറ്റ് 0 to നമുക്ക് ഇവിടെ വരെയാണ് π വരെയാണ്. ഇവിടെ പുറത്ത് ഒരു 1/π ഉണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരിക 1/π ഇൻറ്റു π² ഡിവൈഡഡ് ബൈ 2 -0 എന്ന് വരും. സോ ഒരു പൈയും കൂടി ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് എന്ത് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു π/2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി a0 is equal to π/2 എന്ന് കിട്ടി. ഇനി ഇതേമാതിരി നമ്മൾ am കണ്ടുപിടിക്കാം. am കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് 1/l ഇൻറ്റു ഇന്റഗ്രൽ -l to l f of x ഇൻറ്റു cos m πx ഡിവൈഡഡ് ബൈ l dx വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π f of x cos m x dx. കാരണം എന്താണെന്ന് നമ്മുടെ l ഇവിടെ എന്താണ് π ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ആണ് നമുക്ക് ഈ ഒരു ഫോമിൽ വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതായത് എല്ലിന് പകരം π 1/π ദെൻ എല്ലിന് -π to π എന്ന് പറയുന്നത്. ഇനി ഇവിടെ എല്ലിന് പകരം π കൊടുക്കും. പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് ഇവിടെ cos mx എന്ന് വന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇന്റർവെല്ലിനെ എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇന്റർവെല്ലിനെ എവിടെ നിന്ന് മുതൽ എവിടെ വരെ -π to 0യും അതുമാതിരി തന്നെ 0 to πയും സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0യും ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് x ആണ്. സോ ഈ ഒരു ഇന്റഗ്രലിന്റെ ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടുള്ളൂ. ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π x ഇൻറ്റു cos mx dx എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഒരുപാട് കേസിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതാണ്. സോ നിങ്ങൾ അത് എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ വിത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to π എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/π ഇൻറ്റു ഇവിടെ എക്സിന് ഈ ഒരു കേസിലുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന കേസാണ്. സോ ഇവിടെ എന്ത് വരും 1/m ഇൻറ്റു π ഇൻറ്റു സൈൻ m π എന്ന് വരും. സൈൻ m π എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേം 0 വരും. മൈനസ് ഇനി നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കും 0 കൊടുക്കും. സോ എക്സ് ഇൻറ്റു എന്നാണ്. സോ 0 ഇൻറ്റു സൈൻ എക്സ്. സോ ആ ഒരു ടേം എന്ന് പറയുന്നതും 0 ആവും. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തായിട്ട് പോകും, നമുക്ക് 0 ആയിട്ട് പോകും. ഇനി ബാക്കി നമുക്ക് ഇവിടെ ഉള്ളത് ഈ ഒരു ടേം ആയിരിക്കും. ഇന്റഗ്രൽ 0 to π 1/m ഇൻറ്റു സൈൻ mx എന്ന് പറയുന്നത് 1/m കോൺസ്റ്റന്റ് ആണ്. സോ 1/mനെ പുറത്തേക്ക് എടുക്കുക. പിന്നെ നമുക്ക് പറയുന്നത് ഇന്റഗ്രൽ സൈൻ എം എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എം എക്സ് ഡിവൈഡഡ് ബൈ ഒരു എം വരും. സോ വീണ്ടും ഒരു 1/m ഉണ്ടാവും. ആ 1/mന് കൂടി പുറത്തേക്ക് എടുക്കുമ്പോഴാണ് 1/m² എന്ന് പറയുന്നത്. ഓൾറെഡി ഈ ഒരു മൈനസും കോസ് -x ആ ഒരു ഇതുകൂടി എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും. ദെൻ നമുക്കിവിടെ എന്തേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയായിരിക്കും വരിക 1/m² π എന്ന് വരും. 1/m² π ദെൻ കോസ് mx. ഓക്കെ, കോസ് mx വിത്തിൻ ദ ലിമിറ്റ് 0 to π എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് πx മൈനസ് കോസ് 0 എന്ന് വരും. കോസ് πxന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, കോസ് എം പൈ മൈനസ് കോസ് 0 എന്ന് വരും. കോസ് എം പൈ എന്ന് പറയുന്നത് എന്തായിരുന്നു -1 ഓൾ പവർ m ആണ്. സോ ആ വാല്യൂ -1 ഓൾ പവർ m മൈനസ് കോസ് 0 എന്ന് പറയുന്നത് 1. സോ 1 ഡിവൈഡഡ് ബൈ πm² എന്ന് വരും. സോ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി അന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് -2/πm² എന്ന് പറയുന്നത്. അതായത് m ഓഡ് ആവുന്ന കേസിൽ എന്ന് പറയുന്നത് m ഓഡ് ആവുമ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് വരും -1 ഡിവൈഡഡ് ബൈ πm² എന്ന് വരും അല്ലേ. അപ്പോൾ അതെന്ത് വരും -2/πm² എന്ന് വരും. m ഈവൻ ആവുന്ന കേസ് -1 ഓൾ പവർ ഈവൻ ആവുന്ന സമയത്ത് -1 ഓൾ പവർ m എന്ന് പറയുന്നത് എന്തായിട്ട് വരും 1 ആയിട്ട് വരും. സോ 1 - 1, അതായത് ഒരു ഈവൻ നമ്പർ എടുത്ത് നോക്കിയൊക്കെ -1 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക 1 അല്ലേ. 1 - 1 അങ്ങനെയാണ് വരുന്നത്. സോ 1 - 1, സോ ആ ഒരു ടേം 0 ആവും. അതാണ് m ഈവൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ഫോറിയർ സീരീസിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബി എം കണ്ടുപിടിക്കണം. ബി എം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇക്വേഷൻ, അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേമാതിരി തന്നെ ഇൻ്റർവെല്ലിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്. ഈ ഒരു ഇൻ്റർഗ്രലിന് മൊത്തത്തിൽ 0 ആയിട്ട് പോകും. നമുക്ക് എന്ത് മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ? ഈ ഒരു പോർഷൻ മാത്രമാണ് കമ്പ്യൂട്ട് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ ഓക്കെ, ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ? കമ്പ്യൂട്ട് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 1/π ഇൻറ്റു -1/m x ഇൻറ്റു കോസ് mx 0 to π എന്ന് നമുക്ക് വരും. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും -1/m ഇൻറ്റു π ഇൻറ്റു കോസ് m π എന്ന് വരും. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -0 ഇൻറ്റു കോസ് എം എക്സ് എന്ന് പറയും. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോവും. ഇനി നമുക്കറിയുന്ന കാര്യമാണ് കോസ് എം എക്സ് എം പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ഓൾ പവർ m ആണ്. സോ അത് വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഈ ഒരു ടേം ആയിട്ട് വരും -1 ഓൾ പവർ m π ഡിവൈഡഡ് ബൈ m എന്ന് വരും. ഇനി പിന്നെ നമ്മൾക്ക് ഈ ഒരു റിമൈനിങ് പോർഷനാണ്. ആ റിമൈനിങ് പോർഷനിൽ നമ്മൾ -1/m കോൺസ്റ്റന്റ് ആണ്. സോ ഇൻ്റഗ്രലിന് ഔട്ട് സൈഡിലേക്ക് എടുക്കും. സോ ഈ ഒരു മൈനസ് കൂടി പോസിറ്റീവ് ആവും. സോ 1/m വരുന്നിട്ട് ഇൻ്റഗ്രൽ കോസ് എം എക്സ് എന്ന് വരും. കോസ് എം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ m എന്ന് വരും. സോ നമുക്ക് 1/m ഇൻറ്റു സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ m വരും. ഒരു ആ ഒരു m കൂടി എന്തായിട്ട് വരും? m ഇൻറ്റു m എന്ന് പറയുമ്പോൾ m² ആയിട്ട് മാറും. സോ m² ഇൻറ്റു സൈൻ എം എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to π എന്ന് വരും. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. സൈൻ n π മൈനസ് സൈൻ m π മൈനസ് സൈൻ 0 എന്ന് വരും. സൈൻ m π എന്ന് പറയുന്നത് വാല്യൂ 0 ആണ്. സൈൻ 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 0 ആയിട്ടാണ് നമുക്ക് വരിക. സോ ആ ഒരു ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? നമുക്ക് ഇത്രയും ടേംസേ ഉണ്ടാവുള്ളൂ. 1/π ഇൻറ്റു ദിസ് ടേം എന്ന് പറയും. സോ ഈ ഒരു പൈയും കൂടി ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? സോ അതിന് മതി -1 ഇൻറ്റു -1 ഓൾ പവർ m ഡിവൈഡഡ് ബൈ m എന്നാണ്. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു -1 ഓൾ പവർ m+1 എന്ന്. സോ ഇതിൻ്റെ പവർ ഇവിടെ 1 അല്ലേ? സോ m+1 ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? -1 ഓൾ പവർ m+1 ഡിവൈഡഡ് ബൈ m എന്ന് പറഞ്ഞത്. ഇനി ഈ വാല്യൂസ് ഒക്കെ പാടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ എക്സ്പ്രഷനിൽ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് f of x is equal to നമ്മുടെ a0/2 എന്നായിരുന്നു. a0 എന്ന് പറയുന്നത് π/2 ആണ് ഉണ്ടായിരുന്നത്. π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ π/4 എന്ന് വരും. ദെൻ സമ്മേഷൻ m റേഞ്ച് ഫ്രം 1 to ഇൻഫിനിറ്റി എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ബി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എമ്മിന് ഓരോ വാല്യൂസും കൊടുക്കാം. എമ്മിന് 1 കൊടുക്കുക, എമ്മിന് 2 കൊടുക്കുക എന്നൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ എമ്മിന് ഈവൻ നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്തൊക്കെ, അതായത് എമ്മിന് 1 കൊടുക്കുമ്പോൾ ഉള്ള ടേം ഇവിടെ ഉണ്ടായിരിക്കും. എമ്മിന് 2 കൊടുക്കുന്ന ടേം മൊത്തത്തിൽ 0 ആയിട്ട് പോകും. ദെൻ എമ്മിന് 3 കൊടുക്കുമ്പോൾ വാല്യൂ ഉണ്ടായിരിക്കും. എമ്മിന് 4 കൊടുക്കുമ്പോൾ വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് പോവുക. അപ്പോൾ നമുക്ക് ഈ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ടേം ഞാൻ പറഞ്ഞുതരാം. -1 ഓൾ പവർ 1 എമ്മിന് 1 കൊടുക്കുമ്പോൾ സോ -1 ഡിവൈഡഡ് ബൈ π ഇൻറ്റു 1² എന്ന് വരും. സോ അതാണ് ഇവിടെ എന്ത് വരും? 2/π പിന്നെ കോസ് 1x എന്ന് പറയുമ്പോൾ കോസ് എക്സ്. ഇനി അടുത്ത ടേമിൽ വരുമ്പോൾ നമുക്ക് ഈവൻ ആവും. ഇപ്പോൾ -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 വരുമ്പോൾ 0 ആവും. സിമിലർലി നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു ഫോമിൽ വരും. ഇനി അതേമാതിരി തന്നെ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടേമിനാണ്. ഇനി അതേമാതിരി തന്നെ ഈ ഒരു ടേമിലും നമ്മൾ ഇതേമാതിരി എന്താ പറയുക? എമ്മിന് 1ഉം എമ്മിന് 2ഉം എമ്മിന് 3ഉം കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും -sin x + 1/2 sin 2x -1/3 sin 3x. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ -1 ഓൾ പവർ 1 കൊടുക്കുമ്പോൾ 2 എന്ന് വരും.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ -1 അല്ല എമ്മിന് 1 കൊടുക്കുന്ന സമയത്ത് -1 ഓൾ പവർ 2 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. സോ എന്താ നമുക്ക് വരിക 1/1 ഇൻറ്റു സൈൻ എക്സ് എന്നുള്ള ഫോമുല വരാം. സോ നമുക്ക് ഇവിടെയൊക്കെ എന്തായിരിക്കും പോസിറ്റീവായിട്ടുള്ള വാല്യൂ, അതായത് ഇങ്ങനെ ആയിരിക്കും വരിക പ്ലസ് സൈൻ എക്സ് മൈനസ് പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഫോമുല ആയിരിക്കും വരിക. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു ടേമിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ, -2/π ആയിരുന്നു. സോ നമ്മൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു മൈനസിനെ പുറത്തേക്ക് ടേം എടുത്തിട്ടാണ് ഇവിടെ ബാക്കിയുള്ള ടേംസ് എന്ന് വയ്ക്കുക. അപ്പോൾ ആദ്യം അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം എല്ലാ ടേംസിൽ നിന്നും ഒരു മൈനസ് എടുത്ത് പുറത്തേക്ക് വരിക. സോ അപ്പോഴാണ് ഈ ഒരു ഫോമിലുള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ശരിയായി കിട്ടുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയുകയാണ് f(x) എഴുതുന്ന സമയത്ത്. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുക നോക്കാം. അതായത് ഡിനോമിനേറ്റ് ഇവിടെയുള്ള ഈ ആംഗിളിൻ്റെ ഇപ്പോൾ x 2x 3x ഇനി അടുത്ത ടേം വരികയാണെങ്കിൽ 5x എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ π × 1² ദെൻ π × 3², ഇവിടെ വരുമ്പോൾ π × 5² ഇങ്ങനെയുള്ള ഫോമുല വരുന്നത് അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ്. സോ ഓഡ് നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് 2n - 1 എന്ന് പറയുന്നത് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം. സോ നമ്മൾ ആ ഒരു ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, സമ്മേഷൻ n റേഞ്ച് ഫ്രം 1 to infinity 2/2n - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു π cos 2n - 1 ഇൻറ്റു x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു ടേമിൽ എന്താ വരുന്നത്, അതായത് ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഇവിടെ 1/1, സോ 1 2 3 4 അങ്ങനെ വരുന്നത്. ആംഗിളും അതെ x 2x 3x 4x എന്ന് പറഞ്ഞിട്ടാണ് പോകണം അല്ലേ. ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ n എന്ന് കൊടുക്കാം. സോ n എന്ന് കൊടുത്തിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് തരുമ്പോൾ -1 ഓൾ പവർ n ഡിവൈഡഡ് ബൈ n ഇൻറ്റു സൈൻ nx എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എന്തിനാ ഒരു -1 ഓൾ പവർ n എന്ന് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു ടേംസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ്ലി, അതായത് ഈ ഒരു ടേം മൈനസ് ആണെങ്കിൽ നെക്സ്റ്റ് ടേം പ്ലസ് ആണ്, ദെൻ മൈനസ് ദെൻ പ്ലസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനാണ് -1 ഓൾ പവർ. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് വരുന്നത് കൊണ്ടാണ് ഓൾ പവർ n എന്ന് കൊടുക്കുക. ഇപ്പോൾ -1 ഓൾ പവർ 1 എന്ന് വരുമ്പോഴല്ലേ -1 വരുള്ളൂ. ഇനി ഈ ഒരു സമയത്ത് ഇവിടെ പ്ലസ് ആയിരുന്നു എന്ന് വെച്ചോ, വേറെ ഒരു പ്രോബ്ലത്തിൽ ഏതെങ്കിലും ചെയ്ത് വരുമ്പോൾ പ്ലസ് ആണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ -1 ഓൾ പവർ n + 1 എന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ ഇവിടെ +1 വരുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, -1 ഓൾ പവർ 1 + 1 വരും. സോ -1 ഓൾ പവർ 2 വരുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. ദെൻ സമ്മേഷൻ, അതായത് നമ്മളത് n റേഞ്ച് ഫ്രം 1 to infinity എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അതായത് n-ന് നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു സീരീസ് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരുന്നു, ഈ ഒരു ഫോമിലായിരുന്നു നമുക്ക് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ എവിടുന്ന് വരയ്ക്കേണ്ടത്, -π to π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് വരയ്ക്കേണ്ടത്. നമുക്കറിയുന്ന കാര്യമാണ് -π to 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് 0 to π ഫംഗ്ഷൻ്റെ വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x) = x ആണ്. സോ y = x എന്ന് പറയുന്ന ഫോമിലാണ്. സോ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ. ഇനി നമ്മൾ 2π ലെങ്ത് ഉള്ള ഒരു ഇൻ്റർവെല്ല് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക, അതിൽ സെയിം ഗ്രാഫ് റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ ഇങ്ങോട്ട് എന്ന് പറയുന്നത് ഒരു 2π ലെങ്ത്തിൽ ഇൻ്റർവെല്ല് എക്സ്റ്റെൻഡ് ചെയ്യുക, ദെൻ ദ സെയിം ഗ്രാഫ് എന്ന് പറയുന്നത് വരച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫ് വരയ്ക്കേണ്ടടുത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമില്ല, എല്ലാ പ്രോബ്ലം ഒരേമാതിരി തന്നെയാണ്. AM-ഉം BM-ഉം A0-ഉം കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്നിടത്ത് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്ത് ഓൾറെഡി ലാസ്റ്റ് ഇവിടെ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതാം. ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എമ്മിന് ഓരോ വാല്യൂവും കൊടുത്തിട്ട് ഈ സീരീസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് വരും. അങ്ങനെ 1-2 പ്രോബ്ലംസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ആ ഒരു കോമൺ ആയിട്ടുള്ള മെത്തേഡ്, ഇപ്പോൾ ഇതിന് മുന്നത്തെ പ്രോബ്ലംസ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടേമിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി ഈ ഒരു സ്റ്റെപ്പ് അല്ല നിങ്ങൾക്ക് വരിക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വാല്യൂസ് m-ന് 1 m-ന് 2 കൊടുത്തിട്ടുള്ള ഓരോ ടേംസ്, അതായത് ഫസ്റ്റ് ഈ ഒരു ടേമിനെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക, m-ന് 1 2 3 ഒരു ഫസ്റ്റ് 3 ടേം എഴുതി വയ്ക്കുക. ഇനി അതിനുശേഷം എക്സെട്ര ഇട്ടിട്ട് ഈ ഒരു ടേമിന് m-ല് 1 2 കൊടുത്തിട്ട് നമ്മൾ ഓരോന്ന് എഴുതി വയ്ക്കുക. സോ ആ 2 ടേമിൽ ഓരോ മൈനസ് ഉണ്ടായിരിക്കും. ആ മൈനസിനെ
ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനെ എന്നിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ എന്നിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഉപയോഗിച്ച്. പിന്നെ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യം അത് എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ.